എല്ലാവർക്കും നാടൻ ഹോബിയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ സുനിത വിനോദ്. ഇന്നത്തെ റെസിപ്പി ഒരു സ്പെഷ്യലാണ്, ഷ്രിംപ് ഡൈനാമൈറ്റ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം പ്രോൺസ് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് ഒരു 1/2 കിലോ പ്രോൺസാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി അതിൻ്റെ മസാല റെഡിയാക്കാം. അതിനായിട്ട് ഒരു എഗ്ഗ് ബീറ്റ് ചെയ്തെടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ പാപ്രിക്ക പൗഡർ, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ക്രഷ് ചെയ്തത്, 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ഒറിഗാനോ. വിസ്ക് വെച്ചിട്ട് നന്നായി ബീറ്റ് ചെയ്യാം. ഈ മിക്സ് പ്രോൺസിലേക്ക് ഒഴിക്കാം. എന്നിട്ട് പ്രോൺസുമായിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഒരു 15 മിനിറ്റ് അടച്ചു വയ്ക്കാം. മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ്. മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദയും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇനി ഓരോ പ്രോൺസും ഈ മിക്സിൽ ഇട്ട് പൊതിഞ്ഞ് എടുക്കണം. അങ്ങനെ ചെയ്താൽ ഈ പ്രോൺസ് കൂടുതൽ ക്രിസ്പായി കിട്ടും. കണ്ടോ, ഇതേപോലെ എടുക്കണം. ഇനി ഒരു കടായി വയ്ക്കാം. എന്നിട്ട് കടായി ചൂടാകുമ്പോഴത്തേക്ക് ഓയിൽ ഒഴിക്കാം. ഞാനിവിടെ 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓയിൽ ചൂടാകുമ്പോഴത്തേക്ക് ഓരോ പ്രോൺസും അതിലിട്ട് വറുത്തെടുക്കാം. ഇത് മറിച്ചിടാം. പ്രോൺസ് റെഡി ആയിട്ടുണ്ട്. ഇനി അതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് അതിലേക്ക് ഫ്രൈ ചെയ്ത പ്രോൺസ് ഇടാം. ഇനി ഡൈനാമൈറ്റ് സോസ് ഉണ്ടാക്കാം. അതിനായിട്ട് 1/4 കപ്പ് മയോണൈസ്, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ മുളക് പൊടി, ചില്ലി സോസ് 2 ടേബിൾ സ്പൂൺ, ടൊമാറ്റോ കെച്ചപ്പ് 1/4 കപ്പ്, ഹണി 1 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം, സോസുകളിലൊക്കെ ഉപ്പുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് വേണം ഉപ്പ് പിന്നീട് ആഡ് ചെയ്യും. ഇനി നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. മയണൈസ് ഉണ്ടാക്കിയത് 1/2 കപ്പ് കശുപരിപ്പ് വെള്ളത്തിലിട്ട് സോക്ക് ചെയ്തിട്ട് അത് മിക്സിയുടെ ചെറിയ ജാറിൽ അരച്ചെടുത്തു. എന്നിട്ട് അതിൽ പെപ്പർ പൗഡർ 1 ടീസ്പൂൺ, വെളുത്തുള്ളി ഒരു 3 അല്ലി, ഉപ്പ് 1 ടീസ്പൂൺ, പഞ്ചസാര, ലെമൺ ജ്യൂസ് 2 ടീസ്പൂൺ എല്ലാം കൂടെ ചേർത്ത് ഒന്നും കൂടെ അരച്ചെടുത്ത് നല്ല പേസ്റ്റ് രൂപത്തിലാവും. ഈ മയോണൈസ് റെഡി. ഇതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. മയോണൈസിൻ്റെ റെസിപ്പി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്ക്. സോസ് നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി ആ ബൗളിലേക്ക് സോസ് ഒഴിച്ചതിന് ശേഷം ഫ്രൈ ചെയ്ത് വെച്ച പ്രോൺസ് എല്ലാം കൂടെ മിക്സ് ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കുക, സോസ് ആവശ്യത്തിന് മാത്രം എടുക്കുക, അല്ലെങ്കിൽ അത് ഫ്രിഡ്ജിൽ ഒരാഴ്ച വരെ കീപ്പ് ചെയ്യാം. ആവശ്യത്തിന് മാത്രം എടുത്ത് പ്രോൺസ് മിക്സ് ചെയ്ത് കഴിക്കുക. ഇനി ലെറ്റ്യൂസും സ്പ്രിംഗ് ഓണിയനും കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യാം. എല്ലാവരും ട്രൈ ഔട്ട് ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ.
ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി ടേസ്റ്റാണ്. ഇനി ഒരു അടുത്ത അടിപൊളി റെസിപ്പിയായിട്ട് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.